ഇപ്പോൾ പുത്തിൻ്റെ കൂട്ടിലാണ്. ലോകം ഭരിക്കുന്നത് തങ്ങളാണെന്ന് അഹങ്കരിച്ച അമേരിക്കയുടെ പ്രതാപകാലം അവസാനിച്ചിട്ട് നാളുകൾ കഴിഞ്ഞു. അമേരിക്കൻ ജനത പോലും വിമർശിച്ച പുത്തിൻ്റെ പാവയായി ട്രംപ് മാറിക്കഴിഞ്ഞു. ഉക്രൈനെ ചതിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നിൽ നിന്നത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ? റഷ്യയുടെ പ്രീതിക്ക് വേണ്ടി. അതിനുവേണ്ടി റഷ്യൻ പ്രസിഡന്റിനെ കാല് പിടിക്കാൻ ഒരു മടിയുമില്ലാത്തവനായി അമേരിക്കയുടെ രാഷ്ട്രീയ നേതൃത്വം മാറിക്കഴിഞ്ഞു. ഒരു കാലത്ത് സോവിയറ്റിനെ തകർക്കാൻ പഠിച്ച പണി 18 പയറ്റിയ അമേരിക്ക ഇന്ന് ആ രാജ്യത്തിന്റെ കാൽ കീഴിൽ അവിടുത്തെ ഭരണാധികാരിയുടെ ആജ്ഞയ്ക്കനുസരിച്ച് കഴിയുന്നു. അമേരിക്ക എന്ന രാജ്യം തകർന്നാലും സ്വന്തം ലാഭം മാത്രം നോക്കുന്ന ഭരണാധികാരി വന്നാൽ ഇതൊക്കെ നടന്നിരിക്കും. എന്താണ് ഇപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം? നമുക്ക് പരിശോധിക്കാം. മോസ്കോയും വാഷിംഗ്ടണും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയിലാണ് പുടിന്റെ ഈ പരാമർശം വന്നത്. സമീപ ദിവസങ്ങളിൽ പുടിനുമായി US വളരെ നല്ലതും ഉൽപാദനപരവുമായ ചർച്ചകൾ നടത്തിയെന്ന് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് പുടിൻ പ്രതികരണം വന്നത്. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് പറയുന്നതിനനുസരിച്ച് പുടിൻ യോഗത്തിൽ തന്റെ കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നത് ഇനി പ്രധാന അജണ്ടകളിൽ ഒന്നായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മുൻ US ഭരണകൂടം നശിപ്പിച്ചതിൽ ചിലതെങ്കിലും പുനഃസ്ഥാപിക്കാൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ചുറ്റുമുള്ള ആയിരക്കണക്കിന് ഉക്രൈനിയൻ സൈനികരുടെ ജീവൻ രക്ഷിക്കണമെന്ന ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്കും പുടിൻ മറുപടി നൽകുന്നുണ്ട്. കിഴക്കൻ യൂറോപ്യൻ രാജ്യത്തിന്റെ സൈനികർ കുർസിക്കിൽ കീഴടങ്ങുന്നിടത്തോളം കാലം താൻ അഭ്യർത്ഥനയെ മാനിക്കുമെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. എന്നിരുന്നാലും കുർസിക്കിൽ റഷ്യൻ സൈന്യം തങ്ങളുടെ സൈന്യത്തെ വളഞ്ഞിട്ടുണ്ടെന്ന അവകാശവാദങ്ങൾ കീവ് നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയും മിഡിൽ ഈസ്റ്റിലേക്കുള്ള പ്രത്യേക പ്രതിനിധിയുമായ സ്റ്റീവ് വിറ്റ്കോഫ് വ്യാഴാഴ്ച രാത്രി വൈകി റഷ്യൻ നേതാവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് പുടിന്റെ പ്രസ്താവന വരുന്നത്. ഉക്രൈനെതിരായ യുദ്ധത്തിൽ 30 ദിവസത്തെ അടിയന്തര വെടിനിർത്തലിനുള്ള US നിർദ്ദേശം അമേരിക്കൻ നയതന്ത്രജ്ഞർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കീവ് ഇതിനകം തന്നെ ഈ നിർദ്ദേശം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും റഷ്യ ഉടമ്പടിക്ക് സമ്മതിക്കുന്നതിന് മുൻപ് താൻ നിറവേറ്റാൻ ആഗ്രഹിക്കുന്ന നിരവധി സമഗ്രമായ വ്യവസ്ഥകൾ പുടിൻ പട്ടികപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 30 ദിവസത്തെ വെടിനിർത്തൽ സമയത്ത് ഉക്രൈൻ വീണ്ടും ആയുധം ശേഖരിക്കുമോ അണിനിരക്കുകയോ ചെയ്യരുത് എന്നതായിരുന്നു പുടിൻ മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. അതേസമയം വെള്ളിയാഴ്ച ട്രൂത്ത് സോഷ്യൽ എന്ന ചാനലിലെ ഒരു പോസ്റ്റിൽ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ വളരെ നല്ല സാധ്യതയുണ്ടെന്ന് ട്രംപ് പറയുന്നുണ്ട്. റഷ്യൻ സൈന്യത്താൽ ചുറ്റപ്പെട്ടതായി കരുതപ്പെടുന്ന ആയിരക്കണക്കിന് ഉക്രൈനിയൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാൻ പുടിനോട് അഭ്യർത്ഥിച്ചതായും പ്രസിഡന്റ് തുറന്ന് സമ്മതിച്ചു. ഈ ആഴ്ച തുടക്കത്തിലാണ് പുടിൻ ഇത്തരമൊരു അവകാശവാദവുമായിട്ട് വരുന്നത്. അവരുടെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ പ്രസിഡന്റ് പുടിനോട് ശക്തമായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭയാനകമായ കൂട്ടക്കൊലയായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. ദൈവം അവരെല്ലാം രക്ഷിക്കട്ടെ. ട്രംപ് പോസ്റ്റിൽ എഴുതിയത് ഇങ്ങനെയാണ്. തന്റെ പ്രസംഗത്തിനിടെ കുർസിക് പിടിച്ചെടുത്തതിന് ഉക്രൈനെ ട്രംപ് ശാസിക്കാനും മറന്നില്ല. ഞങ്ങൾ അവർക്ക് ധാരാളം പണവും ധാരാളം ഉപകരണങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച സൈനിക ഉപകരണങ്ങൾ ഞങ്ങൾ നിർമ്മിക്കുന്നു. എന്നാൽ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവർ അപകടത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ആ സൈനികരെ കൊല്ലരുതെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദയവായി അവർ കൊല്ലപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം തുടർന്നത് ഇങ്ങനെയാണ്. റഷ്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന ഉക്രൈൻ സൈനികരുടെ ജീവൻ രക്ഷിക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തിയിട്ടുണ്ട്. കുർസിക് മേഖലയിലുള്ള ഉക്രൈൻ സൈനികർ കീഴടങ്ങിയാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാമെന്നാണ് പുടിന്റെ മറുപടി. ഉക്രൈൻ സൈനികർ ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് റഷ്യ സുരക്ഷാ കൗൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുടിൻ പറയുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയിലായിരുന്നു ട്രംപിന്റെ അഭ്യർത്ഥന. ട്രംപിന്റെ നയതന്ത്ര പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും റഷ്യൻ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം വന്നത്. അതിനാണ് പുടിൻ ഇപ്പോൾ മറുപടി നൽകിയത്. ഉക്രൈൻ മിന്നലാക്രമണത്തിലൂടെ പിടിച്ചെടുത്ത മേഖലയാണ് ഈ കുർസിക്ക്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഉക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറി അതിർത്തി പ്രദേശമായ കുർസിക്ക് കൈയടക്കിയത്. സുദസ ഉൾപ്പെടെയുള്ള 1000-ഓളം ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് ഉക്രൈൻ സൈന്യം നിയന്ത്രണത്തിലാക്കിയത്. പ്രദേശത്തുണ്ടായിരുന്ന റഷ്യൻ സൈനികരെ ബന്ദികളാക്കുകയും ചെയ്തിട്ടുണ്ട്. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുന്നതിനായിരുന്നു ഉക്രൈന്റെ ഇത്തരമൊരു നീക്കം. പിന്നീട് ആവർത്തിച്ചിട്ടുള്ള ആക്രമണങ്ങളിലൂടെ റഷ്യ ചെറിയ ഭാഗം തിരിച്ചുപിടിച്ചിരുന്നു. ഉക്രൈനിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് US ഉക്രൈൻ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ധാരണയായതിനു പിന്നാലെ കുർസിക്കിൽ റഷ്യ ആക്രമണം കടുപ്പിക്കുകയായിരുന്നു. ട്രംപും പുടിനും തമ്മിലുള്ള ഊഷ്മളമായ വാഗ്വാദം കീവിനെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെയും ആശങ്കയിലെത്താൻ സാധ്യതയുള്ളതാണ്. ഏറ്റവും പുതിയ യോഗത്തിൽ ട്രംപിന്റെ അപ്പീൽ കേട്ടതായും ഉക്രൈനിയൻ സൈനികർ കീഴടങ്ങിയാൽ
അവരുടെ ജീവൻ രക്ഷിക്കാമെന്നും പുതിൻ സുരക്ഷാ കൗൺസിലിനോട് പറഞ്ഞ ഘട്ടത്തിൽ അമേരിക്ക എങ്ങനെ റഷ്യ പരിഗണിക്കുന്നു എന്ന കാര്യം കൂടി മനസ്സിലാകുകയാണ്. ഇത് ഉക്രൈനെ അടക്കം യൂറോപ്യൻ രാജ്യങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. റഷ്യ ഉക്രൈൻ സൈനികരെ പിടിച്ചുവെച്ചുവെന്നും അവരെ വിട്ടുനൽകണമെന്നും അവരെ വധിക്കരുതെന്നും ഒക്കെ ആവർത്തിച്ച് പറയുന്ന അമേരിക്കയോടും അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാമെന്ന് പറയുന്ന റഷ്യയോടും നമ്മുടെ ഉക്രൈന് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് പോലുമില്ല എന്നതാണത്. ഉക്രൈനിയൻ ജനറൽ സ്റ്റാഫ് അവരുടെ മാധ്യമ ചാനലുകളെ പ്രസിദ്ധീകരിച്ച ഒരു പ്രസ്താവന എഴുതിയത് ഞാൻ വായിക്കാം. കുർസിക് മേഖലയിൽ ശത്രുക്കൾ ഉക്രൈനിയൻ യൂണിറ്റുകളെ വളഞ്ഞതായി ആരോപിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ വ്യാജമാണ്. രാഷ്ട്രീയ കൃത്രിമത്വത്തിനും ഉക്രൈനും അതിന്റെ പങ്കാളികളും സമ്മർദ്ദം ചെലുത്താനും റഷ്യക്കാർ കെട്ടിച്ചമച്ച കഥ മാത്രമാണ് ഇത്. വെള്ളിയാഴ്ച ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് വിറ്റ്കോഫ് വഴി ട്രംപിന് ഒരു സന്ദേശം അയച്ചതായിട്ട് പറയുന്നുണ്ട്. കരാറിനോട് റഷ്യക്ക് ജാഗ്രതയുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രസകരമെന്ന് പറയട്ടെ, പെസ്കോവിന്റെ പ്രസ്താവന US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ വാക്കിലും പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസം പുലർത്താൻ കാരണങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റഷ്യൻ നിലപാട് ഞങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കും. തുടർന്ന് പ്രസിഡന്റ് അടുത്ത ഘട്ടങ്ങൾ എന്താണെന്ന് നിർണ്ണയിക്കും. ജാഗ്രതയോടെ ശുഭാപ്തി വിശ്വാസം പുലർത്താൻ കാരണമുണ്ടെന്ന് ഞാൻ കരുതുന്നു. റൂബിയോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. റഷ്യയും മറ്റുള്ളവരും എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് നമുക്ക് തീർച്ചയായും കാണാൻ കഴിയും. ഇത് റഷ്യ മാത്രമല്ല, വ്യക്തമായി അത് ഉക്രൈന് സ്വീകാര്യവുമായിരിക്കും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. വൈറ്റ് ഹൗസ് ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ടെങ്കിലും ഉക്രൈനിലെ ആധിപത്യം സ്ഥാപിക്കുക എന്ന തന്റെ പരമാവധി ലക്ഷ്യം കൈവരിക്കുന്നതിൽ പുതിൻ പ്രതിജ്ഞാബദ്ധനാണെന്ന് US ഇന്റലിജൻസ് സേവനങ്ങൾ വിലയിരുത്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ട്രംപ് ഉദ്യോഗസ്ഥർക്കിടയിൽ പ്രചരിക്കുകയും വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടും ചെയ്ത ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം കീവിന്റെ നിയന്ത്രണം നിലനിർത്താൻ പുതിൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. 30 ദിവസത്തെ വെടിനിർത്തലിന് വ്യവസ്ഥകൾ സൃഷ്ടിക്കാനുള്ള റഷ്യയുടെ ശ്രമങ്ങൾ പ്രക്രിയയെ സങ്കീർണമാക്കുകയും നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുക മാത്രമാണെന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച ആവർത്തിച്ച് പറഞ്ഞത്. യുദ്ധം തുടരാനും നയതന്ത്രം തകരാനും ആഗ്രഹിക്കുന്ന ഒരേയൊരു കക്ഷി റഷ്യയാണ്. സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയാട്രോ പരോളിനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെലൻസ്കി എക്സിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. പുതിൻ സ്വയം യുദ്ധം അവസാനിപ്പിക്കില്ല, പക്ഷേ അമേരിക്കയുടെ ശക്തി അത് സാധ്യമാക്കാൻ പര്യാപ്തമാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോസ്റ്റിൽ വെടിനിർത്തൽ നിലനിർത്താൻ ഉക്രൈൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് സെലൻസ്കി പറയുന്നുണ്ട്. ശാശ്വത സമാധാനം സ്ഥാപിക്കാനുള്ള അവസരമായി ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചു. നിശബ്ദതയുടെ കാലയളവിൽ നമുക്ക് വിശ്വസനീയമായ ഒരു സമാധാന പദ്ധതി തയ്യാറാക്കാനും അത് മേശപ്പുറത്ത് വെക്കാനും വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനും അത് നടപ്പിലാക്കാനും കഴിയും. ഞങ്ങൾ അതിന് തയ്യാറാണ്, ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തായാലും നിരവധി ആളുകളുടെ സംസാരവും അദ്ദേഹത്തിൻ്റെ എക്സിലെ കുറിപ്പുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു കാര്യം ഏകദേശം ഉറപ്പാണ്. യുദ്ധം ഏകദേശം അവസാനിക്കാനുള്ള ഒരു ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അവസാനിക്കുമെന്ന് തന്നെയാണ് അമേരിക്ക നേരിട്ട് ഇടപെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഉടനെ തന്നെ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഇതെല്ലാം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പുതിൻ്റെ ലക്ഷ്യം ഏകദേശം ഫലം കണ്ടുവെന്ന് തന്നെയാണ്. റഷ്യയുടെ പാവയായിട്ടാണ് ഇന്ന് അമേരിക്ക പ്രവർത്തിക്കുന്നത് പോലും എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം പരിതാപകരമാണത്. എല്ലാം തീരുമാനിക്കുന്നത് ഇവിടെ വ്ളാഡിമിർ പുതിനാണ്. അമേരിക്കയാണ് സർവാധികാരി എന്ന ലോകത്തിന്റെ ധാരണ മെല്ലെ അമേരിക്കയുടെ സഹായത്തോടു കൂടി തന്നെ ഇല്ലാതാക്കാൻ പുതിന് എന്തായാലും ഈ സാഹചര്യം ഉപയോഗിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അതിൽ ബലിയാടായത് പാവം ഉക്രൈനാണെന്ന് മാത്രം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.